ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ബീന കൃഷ്ണനാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 5ാം ക്ലാസ് കേരള സിലബസിൻ്റെ സയൻസിൻ്റെ 2ാമത്തെ ചാപ്റ്റർ. ഇതിൻ്റെ ഞാൻ ഫസ്റ്റ് ലിങ്ക് ഇട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. 1ാമത്തെ പാർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. എങ്കിലും ഇത് ആദ്യമായിട്ട് കാണുന്നവർ ഇനി പാർട്ട് 1 തപ്പി പോകണ്ട. ഞാനിവിടെ ഒരു 2 മിനിറ്റ് കൊണ്ട് ഇത് ഓടിച്ചിട്ടൊന്ന് പറയാം. നോക്കൂ കുഞ്ഞുങ്ങളെ, വാട്ട് കുഡ് ബി ദ റീസൺസ് ഫോർ ഫീവർ? പനിയുടെ കാരണം എന്തെല്ലാമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡോക്ടറെ കാണാനായിട്ട് ഒരു അമ്മയും കുഞ്ഞും കൂടെ വരുന്നതാണ്. അപ്പം ആ കുഞ്ഞിനെ നോക്കിയിട്ട് ഡോക്ടർ ചോദിക്കുന്ന, എന്ത് പറ്റിയതാ, നിങ്ങളുടെ വീട്ടിൽ മറ്റാർക്കെങ്കിലും പനിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞാൽ എനിക്കും എൻ്റെ ഇതിനൊരു മൂത്ത കുട്ടിയുണ്ട്, അപ്പോൾ അതിനും ഉണ്ട് പിന്നെ എന്ന് ഡോക്ടറോട് ഈ അമ്മ പറയുന്നതാണ്. അപ്പോൾ അതൊക്കെ ടെസ്റ്റിലുണ്ട്. അപ്പം നമുക്ക് ഡോക്ടർ ചോദിക്കുന്ന ഈ പനിയുടെ കാരണം എന്തെല്ലാമായിരുന്നു എന്ന്. രോഗമുള്ള സഹോദരിയിൽ നിന്നോ അല്ലെ അമ്മയിൽ നിന്നോ ആണ് പനി ഉണ്ടായത് എന്നാണ്. ഈ കുട്ടിക്ക് ഈ പനി ഉണ്ടായത് ഒന്നുകിൽ ഇതിൻ്റെ മൂത്ത സഹോദരിയിൽ നിന്നോ അല്ലെങ്കിൽ അമ്മയിൽ നിന്നോ വല്ലോ ആയിരിക്കും ഈ പനി ഉണ്ടായത്. നോക്കൂ നിങ്ങൾ, അതിൻ്റെ ഇംഗ്ലീഷ് എങ്ങനെ പറയും? ഷീ ഗോട്ട് ഇറ്റ് ഫ്രം സിസ്റ്റർ ഓർ മദർ ഹു ഹാഡ് എ വൈറൽ ഡിസീസ്. അതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കണമെന്നില്ല. അതിൻ്റെ ഒരു ഇൻട്രോ അങ്ങനെ ആദ്യമേ അവർ കൊടുത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മെയിനിലോട്ട് കയറാം. ദ ഡിസീസ് നിങ്ങൾക്ക് ഏതെല്ലാം രോഗങ്ങൾ അറിയാം? ഇംഗ്ലീഷ് മീഡിയക്കാർക്കും മലയാളം മീഡിയക്കാർക്കും ഒരേ രീതിയിലാണോ നിങ്ങൾ എഴുതി വെച്ചേക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ഇംഗ്ലീഷ് തപ്പി മലയാളം തപ്പി എങ്ങും പോകണ്ട. എല്ലാം നല്ല രീതിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഹാൻഡ് റൈറ്റിങ്ങിന് വലിയ ഗ്ലാമറൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഒരുവിധം കൊള്ളാവുന്ന രീതി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. സമയപരിധി ഉണ്ട് നിങ്ങളെ കേട്ടോ. നിങ്ങൾക്ക് ഈ നോട്ട് വേണമെന്ന് നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് ഇത്രയും എഴുതി അയക്കുന്നത് കേട്ടോ. നോക്ക്, നിങ്ങൾക്ക് അറിയാവുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് ഇതിലോട്ട് നോക്കിയേ, എന്തൊക്കെ അറിയാം നിങ്ങളെ? ഡെങ്കിപ്പനിയുണ്ട്. ഇപ്പം മിക്കയിടത്തും ഡെങ്കിപ്പനി ഉണ്ടെന്നാക്കിയിരിക്കുന്നത് കേട്ടോ. 1-2 പേര് പറയുന്നത് കേട്ടു. അതുപോലെ വൈറൽ പനിയുണ്ട്, വയറുവേദനയുണ്ട്, കോളറയുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം മലയാളം എഴുതി വെച്ചേക്കുന്നുണ്ടോ നിങ്ങൾ? ഇംഗ്ലീഷ് എഴുതി വെച്ചേക്കുന്നുണ്ടോ? ഡെങ്കിപ്പനിക്ക് ഡെങ്കു എന്നാണ്. ഡെങ്കു ഫീവർ, വൈറൽ ഫീവർ, സ്റ്റൊമക്ക് പെയിന്, കോളറ അല്ലേ? കോളറ ഞാൻ മലയാളം 2 ചോദിച്ചിരുന്നില്ലേ, അത് ഇംഗ്ലീഷിലാണ് കേട്ടോ. അപ്പോൾ അതുപോട്ടെ. ഇനി നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസുമുണ്ട്, പകരുന്ന രോഗങ്ങളുണ്ട്, പകരാത്ത രോഗങ്ങളുമുണ്ട്. നിങ്ങളെ നമ്മുടെ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മൾ ഈ താമസിക്കുന്ന ലോകത്ത് പകരുന്ന രോഗങ്ങളുമുണ്ട്, പകരാത്ത രോഗങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പകരുന്ന രോഗങ്ങൾ? ഡെങ്കു ഫീവർ, ഫീവർ, കോവിഡ്-19 ഇല്ലേ, മലേറിയ, HIV, കോളറ, ഇതൊക്കെ കണ്ടോ കുഞ്ഞുങ്ങളെ? ഇതിൻ്റെ എല്ലാം മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. ഡെങ്കിപ്പനി, വൈറൽ പനിയും, കോവിഡ്, മലേറിയ, മഞ്ഞപ്പിത്തം, ഇതെല്ലാം പകരുന്ന രോഗങ്ങളാണ്. സ്പെല്ലിങ് നല്ലപോലെ അറിയണേ. കോളറയുടെയും ഡെങ്കുവിൻ്റെയും മലേറിയയുടെയും ഒക്കെ സ്പെല്ലിങ് നോക്കണേ കുഞ്ഞുങ്ങളെ. സ്പെല്ലിങ് മിക്കവാറും ഉള്ളൊരു തെറ്റുന്നതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഈ എടുത്ത് പറയുന്നുണ്ടെങ്കിൽ അത് പേപ്പറിൽ തെറ്റും എന്നുള്ളത് കൊണ്ടാണ് അത് എടുത്ത് പറയുന്നത് കേട്ടോ. മലയാളം എഴുതുമ്പോഴും അത് തന്നെയാണ്. വള്ളിയും പുള്ളിയൊക്കെ ഇട്ടോടെ, കേവിഡ് അല്ലേ, മലറിയ എന്നൊന്നും എഴുതി വെക്കരുത്. സ്പെല്ലിങ് നല്ലതുപോലെ വലുതായിട്ട് തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എഴുതത്തക്ക രീതിയിൽ വലുതായിട്ട് നോക്കൂ നിങ്ങളെ. അപ്പം പകരാത്ത രോഗങ്ങൾ, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയാണ് നിങ്ങളെ? ക്യാൻസർ, ഡയബറ്റീസ്, സ്റ്റൊമക്ക് പെയിൻ, ഹാർട്ട് അറ്റാക്ക്, ആസ്മ, പിന്നെന്താ പാർക്കിൻസൺസ് എന്നീ രോഗങ്ങളാണ്. നോക്കൂ നിങ്ങളെ, ക്യാൻസർ ഒരിക്കലും പകരത്തില്ല. നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരിക്കലും മറ്റടുത്ത തലമുറയിലേക്ക് അത് ആവത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആർക്കും പകരത്തില്ല. കൂടെയുള്ള ആരിലും അത് പകരത്തില്ല. ഡയബറ്റീസ്, പ്രമേഹം, സ്റ്റൊമക്ക് പെയിന്, വയറുവേദന അല്ലേ? അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും വയറുവേദന ഈ ലോകത്ത് കാണണ്ടേ അല്ലേ? സ്കൂളിൽ ചോദിപ്പോ ഇല്ലയോ? ഞാൻ നേരത്തെ പറഞ്ഞതാ, നമ്മൾ എന്തെങ്കിലും വിഷയത്തിൻ്റെ റിവിഷൻ ഉണ്ടെന്നോ ഒക്കെ പറയുമ്പോൾ കുട്ടികളിലെല്ലാം ഒരു വയറുവേദന ഉണ്ടാകുന്നതാണ്. ഹാർട്ട് അറ്റാക്ക്, ആസ്മ, പാർക്കിൻസൺസ്, ഇതെല്ലാം കുഞ്ഞുങ്ങൾ ഇത്രയും നല്ലതുപോലെ കണ്ടോ? സ്പെല്ലിങ് നല്ലതുപോലെ നോക്കി എഴുതണം കേട്ടല്ലോ കുഞ്ഞുങ്ങളെ. മലയാളവും ഇംഗ്ലീഷും ഉണ്ടേ, ഓക്കെ ആണല്ലോ. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, വെറുതെ സമയങ്ങളെ. എന്നാലും ആദ്യമായിട്ട് കാണുന്ന കുഞ്ഞുങ്ങളൊന്ന് പഠിച്ചോട്ടെ. എന്താണ് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ്? കുഞ്ഞുങ്ങളെ നോക്കിക്കേ, എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്? പകരുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ സാംക്രമിക രോഗങ്ങൾ. എന്നൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ദൈവമേ, ഇതൊക്കെ എന്തുവാ? ഇത്രയുള്ള നമ്മൾ പകരുന്ന രോഗങ്ങളല്ലേ? പകർച്ചവ്യാധി എന്നാൽ എന്തെന്നാ കേട്ടോ. കുഞ്ഞുങ്ങളെ, കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആര്? ദോസ് വിച്ച് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അതേഴ്സ്. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് സാംക്രമിക രോഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ നിങ്ങളെ? എഴുതാൻ പറ്റുന്നുണ്ടോ? ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രോഗത്തിനെയാണ് എന്ത് പറയുന്നത്? പകരുന്ന രോഗങ്ങളിലെ പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ നോൺ കമ്മ്യൂണിക്കബിൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആർ ദോസ് വിച്ച് ആർ നോട്ട് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അതേഴ്സ് അല്ലേ? നമ്മൾ നേരത്തെ എഴുതിയ ക്വസ്റ്റ്യൻ്റെ കൂടെ ഒരു നോട്ട് സ്പ്രെഡ് അല്ലേ? സ്പ്രെഡിൻ്റെ അവിടെ നോട്ട് ഇട്ട് കൊടുത്താൽ എന്ന് വെച്ചാൽ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാത്ത
രോഗങ്ങളെയാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഓക്കെ ആണോ നിങ്ങളെ? ഞാൻ ഇമ്പോർട്ടൻറ്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ, കാരണം നിങ്ങളുടെ ടെസ്റ്റിൽ ഓൾറെഡി ചില ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ ഉണ്ട്. അത് പിന്നെ ഇതിനകത്തോട്ട് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, നിങ്ങളുടെ മുന്നിൽ തന്നെ ടെസ്റ്റിനകത്തിലുണ്ട്. അത് മലയാളം മീഡിയം അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം അല്ലെങ്കിൽ അതുണ്ട് നിങ്ങൾ. ഇനി ഞാനത് വെറുതെ എഴുതി എത്രയും സമയം വേസ്റ്റ് ആക്കണ്ട, നിങ്ങൾ ടെസ്റ്റൂടെ വായിച്ച് നോക്കണേ. അടുത്ത എന്താണ് പാൻഡമിക് എന്ന് വെച്ചാൽ? പാൻഡമിക് എന്ന് കേൾക്കുമ്പോഴെന്താ? മഹാമാരി. നമ്മുടെ കോവിഡ് ഒരു പാൻഡമിക് ആയിരുന്നു. എന്ന് വെച്ചാൽ എന്താ? എവിടെയോ ചൈനയിലോ എവിടെയോ കിടന്ന ഒരു രോഗം അല്ലേ, അത് വന്ന് എവിടെയൊക്കെയായി. നോക്കൂ കുഞ്ഞുങ്ങളെ, പകരുന്ന രോഗങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും ധാരാളം ആളുകളെ അത് ബാധിക്കുകയും ചെയ്യുന്നതിനെയാണ് മഹാമാരി അല്ലെങ്കിൽ പാൻഡമിക് എന്ന് പറയും. ചില ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പാൻഡമിക് എന്നൊക്കെ നമ്മൾ സീരിയലും സിനിമയിലും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഡോക്ടർ എന്ന് പറയുന്നത് ഇച്ചിരി ഗമയുടേത് പാൻഡമിക്ക എന്നൊക്കെ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളെ? അപ്പോൾ എന്താ? അത് വലിയ ഭയങ്കരമായിട്ട് പകരുന്ന ഒരു രോഗമാണ് അല്ലേ. പകരുന്ന രോഗങ്ങൾക്ക് മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും ധാരാളം ആളുകളെ അത് ബാധിക്കുകയും ചെയ്യുന്നതിനെയാണ് മഹാമാരികൾ എന്ന് പറയുന്നത്. ഉദാഹരണമാണ് വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19 തുടങ്ങിയവ. ഓക്കെ ആണോ നിങ്ങൾ? അങ്ങനെ ഇംഗ്ലീഷ് നോക്കിക്കേ. വെൻ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്പ്രെഡ് ടു അതേഴ്സ് കൺട്രീസ് ഓർ കോണ്ടിനെന്റ് ആൻഡ് അഫക്റ്റഡ് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ, ഇറ്റ് ഈസ് കാൾഡ് എ പാൻഡമിക്. സ്മാൾ ബോക്സ്, ട്യൂബർകുലോസിസ്, പ്ലേഗ്, COVID-19 ഇതെല്ലാം ഇംഗ്ലീഷും ഉണ്ട് മലയാളവും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വൃത്തിയായിട്ട് എഴുതണം. ഓക്കെ ആണല്ലോ? അടുത്ത് നോക്കിക്കേ, വാട്ട് കോസസ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്? നമ്മൾ പാത്തോജൻസ് കേട്ടിട്ടുണ്ടോ നിങ്ങളെ? പാത്തോജൻസ് എന്ന് വെച്ചാൽ ഈ രോഗങ്ങൾക്കൊക്കെ ഓരോ കാരണങ്ങൾ കാണുമല്ലോ, രോഗകാരികൾ കാണും. ഇത് ആരാ ഇത് ഉണ്ടാക്കുന്നത് അല്ലേ? ഈ രോഗകാരികളിൽ നിന്നാണ് പാത്തോജൻസ്. ഓക്കെ, കമ്മ്യൂണിക്കബിൾ ഡിസീസിന് കാരണം എന്താണ്? മോസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസം. ഇത് ചില സൂക്ഷ്മാണുക്കൾ, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയ കുഞ്ഞു സൂക്ഷ്മാണുക്കളുണ്ടോ കുഞ്ഞുങ്ങളെ, അതാണ് അതായത് ബാക്ടീരിയ, വൈറസ് ആൻഡ് ഫംഗി. വി കനോട്ട് സീ ദം വിത്ത് അവർ നേക്കഡ് ഐസ്. ദേ ആർ കാൾഡ് പാത്തോജൻസ് അല്ലേ? അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മാണുക്കൾ മൂലമാണ് പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നത്. നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്കതിനെ കാണാൻ കഴിയില്ല. അതിനാൽ ഇതിനെ രോഗകാരികൾ എന്ന് വിളിക്കുന്നു. നമ്മുടെ കണ്ണുകൊണ്ടൊക്കെ ചിലപ്പോൾ വൺ വേർഡിനൊക്കെ ചോദിക്കാം കേട്ടോ. എന്താ? ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഏത് ഓർഗാനിസം ഇത് വെച്ച് ഏത് മൈക്രോ ഓർഗാനിസത്തിലൂടെയാണ് ബാക്ടീരിയയും ഫംഗസും തുടങ്ങിയ സൂക്ഷ്മാണുക്കൾ മൂലമുണ്ടാകുന്ന പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നത് അല്ലേ? നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അത് നമുക്ക് കാണാൻ കഴിയുമില്ല. അതുകൊണ്ട് ഇതിനെ എന്ത് പറയുന്നു? പാത്തോജൻസ്. പേര് മറക്കല്ലോ നിങ്ങളെ, പാത്തോജൻസ്. ഇംഗ്ലീഷുകാർക്കും മലയാളം മീഡിയക്കാർക്കും പറയുന്നുണ്ട്. സ്പീഡിൽ പറയുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തെറ്റുന്നുണ്ടോ? എനിക്കറിയാം, കാരണം നമുക്കിത് ഫസ്റ്റും സെക്കൻഡും ഓടി എത്തണോണ്ടാണ് ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടുന്നത്. നിങ്ങൾക്കും കേൾക്കാൻ സൗകര്യം അതായിരിക്കും, കാരണം ലാഗടിച്ച് പോകുന്നില്ല അല്ലേ? കുറച്ച് സ്പീഡിൽ പോട്ടെ, നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻ ആൻസർ എഴുതി എടുത്താൽ മതിയല്ലോ. ഓക്കെ, അടുത്ത് നോക്കിക്കേ, യൂസ്ഫുൾ ബാക്ടീരിയ. നമ്മുടെ എല്ലാം ബാക്ടീരിയ ഉണ്ട് അല്ലേ? നമ്മുടെ ശരീരത്താങ്കിൽ ഇഷ്ടംപോലെ ബാക്ടീരിയ ഉണ്ട്. ഈ ബാക്ടീരിയയുടെ ഉപയോഗം എന്തൊക്കെയാ? ബാക്ടീരിയ കൊണ്ടുള്ള ഉപയോഗം, നമ്മൾ രാത്രി വൈകിട്ടല്ലെങ്കിൽ ദോശയ്ക്കുള്ള മാവ് അരച്ച് വെക്കത്തില്ലേ കുഞ്ഞുങ്ങളെ? അത് പിറ്റേന്നാകുമ്പോഴത്തേക്ക് എന്താണ്? അത് പുളിച്ച് പൊങ്ങി നിൽക്കുന്ന കണ്ടിട്ടില്ലേ? കറക്റ്റ് പരുവത്തിൽ നിന്ന്. എന്തുകൊണ്ടാണ്? അതിനകത്ത് ബാക്ടീരിയ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ദോശ ബാറ്റർ ഈസ് ഫെർമെന്റഡ് ബൈ സർട്ടൻ ബാക്ടീരിയ. അതിനകത്തിൽ ബാക്ടീരിയ ഉള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ യൂസ്ഡ് ഫോർ ബ്രെഡ് മേക്കിംഗ്. നമ്മൾ ബ്രെഡൊക്കെ ഉണ്ടാക്കില്ലേ? ബ്രെഡൊക്കെ കഴിച്ചിട്ടില്ലേ കുഞ്ഞുങ്ങളെ? അതൊക്കെ എന്താണ്? ചില ബാക്ടീരിയകളാണ്. പിന്നെ ഡൈജഷൻ ഓഫ് ഫുഡ്, ഭക്ഷണം ദഹിപ്പിക്കുന്ന, നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹിക്കണമെങ്കിലും ചില ബാക്ടീരിയകൾ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം, ഞാൻ ചെറുത് നോക്കി 3. എപ്പോഴും എൻ്റെ ക്വസ്റ്റ്യൻ ആൻസറിന് ഒരു പ്രത്യേകത ഉണ്ട് നിങ്ങളെ. ഉള്ളതിലേക്ക് ഏറ്റവും ചെറിയ സെൻറ്റൻസും ചെറിയ വാക്കുകളും ഒക്കെ കയറ്റി എഴുതുകയാണ് കേട്ടോ. വലിയ വാക്കുകളെ ഒന്നും ഞാൻ, കാരണം നിങ്ങൾ എത്ര 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് താങ്ങാൻ പറ്റുന്നത് തന്നാൽ പോരാ കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് ചെറിയ നോട്ട്, ചെറിയ വാക്കുകൾ നോക്കിയാണ് ഞാൻ എഴുതുന്നത്. നോക്കിക്കേ, രോഗങ്ങൾ എങ്ങനെയാണ് പകരുന്നത്? നമ്മൾ ഈ രോഗങ്ങൾ പകരുന്നു, എനിക്ക് അവരുടെ രോഗം എനിക്ക് കിട്ടി, ഇവരുടെ രോഗം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ഡിസീസ് സ്പ്രെഡ്? നോക്കിക്കേ, ഡിസീസസ് ആർ സ്പ്രെഡിങ് ത്രൂ എയറിലൂടെ, എയർ, വാട്ടർ, ഫുഡ്, ഹൗസ് ഫ്ലൈ, മോസ്കിറ്റോ, ബേർഡ്സ് ആൻഡ് ത്രൂ സർട്ടൺ ആനിമൽസ്. എന്ന് വെച്ചാൽ നോക്കുന്നില്ലേ, വായുവിലൂടെയും, വെള്ളം, ഈച്ച, കൊതുക്, പക്ഷികൾ എന്നിവയിലൂടെയും മറ്റ് മൃഗങ്ങളിലൂടെയും ഈ രോഗം പടരുന്നു എന്നാ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഡിസീസസ് ആർ സ്പ്രെഡിങ് ത്രൂ, ഏതൊക്കെ വഴിയിലൂടെ നമുക്ക് ഒരാളുടെ ശരീരത്തിൽ നിന്നും വേറൊരാളുടെ ശരീരത്തിലോട്ട് കയറുന്നു എന്നാണ്. ഓക്കെ ആണോ നിങ്ങളെ? ഇതെല്ലാം എഴുതിയെടുക്കണേ, വെറുതെ കണ്ടോണ്ടിരിക്കല്ലേ? ഓക്കെ ആണല്ലോ? അടുത്ത നോക്കിയേ, ടു അവോയ്ഡ് സ്പ്രെഡിങ് ഡിസീസ്. നമുക്ക് രോഗങ്ങൾ വരാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാം?
എന്തൊക്കെ ചെയ്യാം കുഞ്ഞുങ്ങളെ? വീറും വൃത്തിയും വേണമെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? വൃത്തിയുള്ളവർക്ക് രോഗങ്ങൾ ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയും കേട്ടോ. വൃത്തി കൂടിയാലും രോഗങ്ങളുണ്ടാകും. കാരണം നമ്മുടെ ചില ബാക്ടീരിയകളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. നോക്കിയോ കുഞ്ഞുങ്ങളെ, രോഗങ്ങൾ പടരാതിരിക്കാൻ അല്ലേ നമ്മൾ എന്തെല്ലാം ചെയ്യണം? മെയിൻറ്റെയിൻ ക്ലീൻ ലൈനസ്. ശുചിത്വം പാലിക്കുക. വൃത്തി വേണം എന്ന് വെച്ചാൽ രാവിലെയും വൈകിട്ടും പല്ല് തേക്കണം. രാവിലെയും വൈകിട്ടും സ്കൂളിൽ പോകുന്നതിന് മുമ്പും സ്കൂളിൽ പോയിട്ട് വന്നതിന് ശേഷം കുളിക്കണം. പിന്നെ ഇവിടെ വിയർ മാസ്ക് നമ്മൾ ധരിക്കുക. കീപ്പ് സോഷ്യൽ ഡിസ്റ്റൻസ്. എന്തെങ്കിലും പനിയോ വല്ലോ ഉള്ള പിള്ളേരുടെ അടുത്ത് പോയിരുന്ന് സംസാരിക്കുന്നതാണ് അല്ലേ? ഒരു ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് സംസാരിക്കുക. കാരണം പിറ്റേന്ന് നമുക്കാണെന്നത് ഓർമ്മ വേണം. അപ്പോൾ സാമൂഹ്യ അകലം പാലിക്കുക. റിസീവ് അവൈലബിൾ വാക്സിൻസ്. ലഭ്യമായ വാക്സിനുകൾ എടുക്കുക. അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് പേഷ്യൻ്റ് എന്ന് വെച്ചാൽ രോഗികൾ അല്ലേ? ഏത് രോഗിയാണോ അവരുമായിട്ടുള്ള അധിക സമ്പർക്കം ഒഴിവാക്കുക. എന്ന് വെച്ചാൽ ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് നിന്നാൽ മതി. കേട്ടോ. നമുക്ക് ഇപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ടിന് എന്തെങ്കിലും ഒരു പനിയോ എന്തെങ്കിലും വയ്യാഴോ ഒന്നും നിനക്ക് പനിയായിട്ട് ഞാൻ നിന്നോട് മിണ്ടത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവാകാൻ പറ്റുമോ കുഞ്ഞുങ്ങളെ? അപ്പോൾ ഒരു ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് അല്ലെങ്കിൽ നമ്മൾ മാസ്ക് ധരിക്കുക എന്നുള്ളതാണ് അല്ലേ? മെയിൻറ്റെയിൻ ക്ലീൻ ലൈനസ്. ശുചിത്വം പാലിക്കുക. വിയർ മാസ്ക് ധരിക്കുക. കീപ്പ് സോഷ്യൽ ഡിസ്റ്റൻസ്. സാമൂഹിക അകലം പാലിക്കുക. റിസീവ് അവൈലബിൾ വാക്സിൻസ്. അതാത് സമയത്ത് വാക്സിനുകൾ എടുക്കുക. അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് പേഷ്യൻസ്. രോഗികളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക. 10 മിനിറ്റ് ആവും നിങ്ങളെ പോയത്. ഞാൻ കഴിഞ്ഞ ലിങ്കിലിട്ടതാണ്. ഓക്കെ, അടുത്ത ഇനി നമ്മൾ പഠിക്കുന്നത് വെക്ടേഴ്സ്. നിങ്ങളെ വെക്ടേഴ്സ് എന്ന് വെച്ചാൽ രോഗാണുവാഹകർ എന്നാണ്. എന്ന് വെച്ചാൽ Vectors are organism that brings disease carrying microorganism into our body. കുഞ്ഞ് സെൻറ്റൻസ് നോക്കിയാൽ നിങ്ങൾ എഴുതുന്നത്. ഇത് എഴുതിയെടുക്കണേ. നിങ്ങൾ ഈ രക്ഷകർത്താക്കൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിലേ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ എല്ലാവരും ഒന്നും എഴുതണമെന്നില്ല. രക്ഷകർത്താക്കളും കൂടെ ഒക്കെ ഒന്ന് സഹായിച്ചു കൊടുക്കണം കേട്ടോ. നമുക്ക് മിക്ക കുഞ്ഞുങ്ങളെ അറിയാവുന്നതുകൊണ്ടാണ്. ഒരിക്കലും ഈ 5ൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ തന്നെത്താനെ വന്ന് ബുക്ക് എടുത്ത് പഠിക്കുകയൊന്നുമില്ല. വീട്ടുകാരും കൂടി ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾ പഠിക്കത്തുള്ളൂ കേട്ടോ. രക്ഷകർത്താക്കൾ ഇതൊന്നും കേൾക്കാൻ വേണ്ടിയാണ്. അവർക്ക് ഇപ്പം ഇതുപോലൊരു നോട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതൊന്ന് വൃത്തിയായിട്ട് വലുതായിട്ട് അവരുടെ ബുക്കിലൊന്ന് എഴുതി കൊടുത്ത് നോക്കിയേ. ഒരു ക്വസ്റ്റ്യൻസിൽ അവരുടെ വലുതായിട്ടൊന്ന് എഴുതി കൊടുത്തിട്ടൊന്ന് പറഞ്ഞിട്ട് അവർക്ക് വായിക്കാനും ഒക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ കുട്ടികൾ പഠിക്കും കേട്ടോ. മറ്റൊന്നും വിചാരിക്കല്ലേ. കൊച്ചു പിള്ളേരെ നമ്മളിപ്പോൾ ഒരു 6ാം ക്ലാസ് വരെയൊക്കെ കുട്ടികളുടെ അടുത്ത് തന്നെ ഇത് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. എന്താ ചോദിക്കും ബാക്കിയുള്ളതൊന്നും കേട്ടോ. എല്ലാവരിലും അടുത്തൊരാൾ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റേതായ ഒരു പഠിക്കാനൊരു ത്വരയൊക്കെ വരുമെന്ന് പറയത്തില്ലേ കുഞ്ഞുങ്ങളെ? അത്രയേ ഉള്ളൂ കേട്ടോ. നോക്കിക്കുക, അപ്പോൾ നമ്മൾ വെക്ടേഴ്സാണ്. രോഗവാഹകരായ സൂക്ഷ്മാണുക്കളെ നമ്മുടെ ശരീരത്തേക്ക് കൊണ്ടുവരുന്ന ജീവികളെയാണ് നമ്മൾ പറയുന്നത്? വെക്ടറുകൾ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു അസുഖം മറ്റൊരാളിലുണ്ടെങ്കിൽ അത് എടുത്ത് നമ്മുടെ ശരീരത്തിലോട്ട് കൊണ്ടുവരത്തില്ലയോ? ഈ എടുത്തുകൊണ്ട് വരുന്ന ആളിന് പറയുന്ന പേരാണ് നിങ്ങളെ വെക്ടറുകൾ. ഇനി ആരൊക്കെയാണ് എടുത്തുകൊണ്ട് വരുന്നത്? ഈച്ച, കൊതുക്, വവ്വാല്, എലിച്ചെള്ള് തുടങ്ങിയവ രോഗവാഹിനി ജീവികളിൽ ചിലതാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ എന്താണ് ഈ വെക്ടർ എന്ന് ഞാൻ മനസ്സിലാവുന്നുണ്ടോ? വെക്ടേഴ്സ് ആർ ഓർഗാനിസം ദാറ്റ് ബ്രിങ് diseases carrying microorganism in our body. ഹൗസ് ഫ്ലൈ, മോസ്കിറ്റോ, ബാറ്റ്സ് എക്സെട്ര എത്ര വേണമെങ്കിലും നമുക്ക് അറിയാവുന്ന കൊടുക്കാം. ഞാൻ 3 കൊടുത്ത് നിർത്തിയതേ ഉള്ളൂ. ആർ സം ഓഫ് ദ വെക്ടർ ഓർഗാനിസം. അതിൻ്റെ മലയാളം കൊടുത്തിട്ടുണ്ടോ? രോഗവാഹകരായ എന്ന് വെച്ചാൽ എന്തെങ്കിലും രോഗമുള്ളവരുടെ സൂക്ഷ്മാണുക്കളെ നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരുന്ന ജീവികളെയാണ് പറയുന്നത്? വെക്ടറുകൾ എന്ന് പറയുന്നത്. ആരൊക്കെയാണ് ഇത് നമുക്ക് കൊണ്ടുതരുന്നത്? ഈച്ച, കൊതുക്, വവ്വാല്, എലിച്ചെള്ള് തുടങ്ങിയവയൊക്കെ എടുത്തുകൊണ്ട് വരുന്നതാണ് കേട്ടോ കുഞ്ഞുങ്ങളെ. അടുത്തത് കൺട്രോൾ മോസ്കിറ്റോസ് എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ? കൊതുക്. ഈ കൊതുകിനെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം? മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെളിയിലൊക്കെ ഇരിക്കാമെങ്കിൽ എവിടുന്നെങ്കിലും വന്ന് നമ്മളെ ഒന്ന് കുത്താതെ അത് പോവില്ല അല്ലേ? അപ്പോൾ അതിനെയൊക്കെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം? ഞാൻ വെറും ചെറുത് നോക്കി ഒരു 3 സെൻറ്റൻസ് എഴുതിയിട്ടുള്ളൂ കേട്ടോ. 3 സെൻറ്റൻസ് എഴുതിയിട്ടുള്ളൂ കുഞ്ഞുങ്ങളെ. അതും ചെറുതാണ്, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. അവോയ്ഡ് സ്റ്റാൻഡിങ് വാട്ടർ ഫ്രം ദ ഏരിയ എറൗണ്ട് യുവർ ഹോം. നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഈ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുക. മഴവെള്ളം വീഴുമ്പോൾ നമ്മുടെ പൂച്ചട്ടി, അതുപോലെ തന്നെ തേങ്ങയുടെ ചിരട്ടയൊക്കെ ചിരട്ടയില്ലേ കുഞ്ഞുങ്ങളെ? അത് തൊണ്ട്, ചെറിയ കുപ്പികൾ, കളിപ്പാട്ടങ്ങൾ, ഇതൊക്കെ നമ്മുടെ വെളിയിൽ എവിടെയെങ്കിലുമൊക്കെ കാണും. ഇതിനകത്തിലാണ് മഴവെള്ളം കെട്ടി നിൽക്കുന്നതാണ് ഈ തോനെയും ഉണ്ടാകുന്നത് ആണല്ലോ. നിങ്ങൾ ഈ വെളിയിൽ ഇറങ്ങുന്ന സമയങ്ങളിൽ അത് കാലുകൊണ്ടെങ്കിലും ചവിട്ടി മറിച്ച് കളയുക. കൈകൊണ്ട് തൊടണ്ട കേട്ടോ. കാലുകൊണ്ട് ചവിട്ടി മറിച്ചിട്ട് കാല് നല്ലപോലെ ടാപ്പിൻ്റെ എടുത്ത് വന്ന് കഴുകണം കേട്ടോ. കാരണം കെട്ടിക്കിടക്കുന്ന വെള്ളമല്ലേ. നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുക.
എങ്ങനെ ഇംഗ്ലീഷ് പറയും? അവോയ്ഡ് സ്റ്റാൻഡിങ് വാട്ടർ ഫ്രം ദ ഏരിയ എറൗണ്ട് യുവർ ഹോം. നോക്കൂ കുഞ്ഞുങ്ങളെ, റിമൂവ് ഗ്രാസ് ആൻഡ് ഷ്രബ് എറൗണ്ട് ഹൗസ്. വീടിന് ചുറ്റുമുള്ള പുല്ലുകളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് മുറ്റത്തൊക്കെ പുല്ലുകളും കുറ്റിച്ചെടികളും ഒക്കെ ഉണ്ടല്ലോ, അതിനകത്തിൽ നനവുണ്ടെങ്കിൽ ഇത് വന്നിരിക്കുമെന്ന്. അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യുക? ക്ലീൻ ചെയ്യുക. പിന്നെ യൂസസ് മോസ്കിറ്റോ നെറ്റ്. പിന്നെന്താ, മിറ്റം മൊത്തം നെറ്റടിച്ച് വെക്കാമല്ലോ കുഞ്ഞുങ്ങളെ. നമ്മളിപ്പോൾ കിടക്കുന്നതിൻ്റെയൊക്കെ രാത്രി കിടക്കുമ്പോൾ ചിലരെന്താണ് കട്ടിലിൻ്റെ മണ്ടയ്ക്ക് ഇപ്പോഴത്തെ പുതിയ ഇതല്ലല്ലോ നെറ്റൊക്കെ അടിച്ചിട്ട്, എന്ന് വെച്ചാൽ കൊതുകൊന്ന് കുത്തായിരിക്കുക. അതൊക്കെ ഓരോരുത്തരുടെയും സൗകര്യം പോലെ. യൂസസ് മോസ്കിറ്റോ നെറ്റ് എന്ന് വെച്ചാൽ കൊതുക് വല ഉപയോഗിക്കുക. ഓക്കെ, 12 ഓക്കെ ആണല്ലോ. കുഞ്ഞുങ്ങളെ, വാട്ട് ആർ പ്രിക്വേഷൻസ് ടു അവോയ്ഡ് മോസ്കിറ്റോ? നമ്മൾ ഈ കൊതുക് കടി ഏൽക്കാതിരിക്കാൻ ഇനി എന്തെല്ലാം മുൻകരുതലുകൾ ചെയ്യാം? മുമ്പലത്തെ തിരിഞ്ഞു പോലെ കുഞ്ഞുങ്ങളെ, കൊതുകിനെ എങ്ങനെ നിയന്ത്രിക്കാമെന്നാണ് മുമ്പലത്തെ ചോദ്യം. ഇപ്പം കൊതുക് കടി ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ, പ്രിക്വേഷൻ, മുൻകരുതലുകൾ എന്തെല്ലാം നോക്കിക്കേ. കീപ്പ് ഡോർ ആൻഡ് വിൻഡോസ് ക്ലോസ്ഡ് ഇൻ ദ ഈവനിങ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക? നമ്മുടെ വീടിൻ്റെ ജനലുകളും വാതിലുകളും എല്ലാം അടച്ചിടുക. പിന്നെ യൂസ് മോസ്കിറ്റോ നെറ്റ്, കൊതുക് വല ഉപയോഗിക്കുക. വിയർ ലോങ് സ്ലീവ്ഡ് ഷർട്ട് ആൻഡ് ലോങ് പാൻസിൽ. നമ്മുടെ വീട്ടിലെ നീളമുള്ള കൈയുള്ള ഷർട്ടുകളോ പാൻസുകളോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തിടുക. പിന്നെ ഇയാൾ ഇതിലേക്ക് കയറി കുത്താനോ അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതിട്ട് എന്ത് ചെയ്യുക? രാത്രിയിൽ വൈകിട്ട് 5 മണിക്ക് നിങ്ങൾ സ്കൂളിൽ പോയിട്ട് വന്നതിന് ശേഷം വീട്ടിലുള്ളതിലേക്കും വലിയ നീളമുള്ള ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കാൻ. കൊതുകൊള്ളിടത്ത് കേട്ടോ, കൊതുകൊള്ളിടത്തെ കാര്യമാണ് കുഞ്ഞുങ്ങളെ പറഞ്ഞത്. ഓക്കെ ആണോ? അടുത്തത്, രോഗം പകരാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് കേട്ടോ. 3 മാർക്കിൻ്റെ ഇമ്പോർട്ടൻറ്റ് ചോദ്യം കുഞ്ഞുങ്ങളെ. എന്തെങ്കിലും രോഗം പകരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? നോക്കിയേ, നമ്മൾ ഒന്നാമത്തെ രോഗങ്ങൾ പറയുന്നത് ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ എന്തെല്ലാമാണ്? നമുക്ക് കഴിക്കുന്ന ആഹാരത്തിൽ, ഇതിൻ്റെ ഇംഗ്ലീഷ് ഉണ്ട് കുഞ്ഞുങ്ങളെ. ആരും മലയാളം എഴുതിയേക്കുന്നത് കണ്ട് ഇംഗ്ലീഷ് ഇല്ലയോ എന്ന് പേടിക്കണ്ട. ഇതിൻ്റെ ഇംഗ്ലീഷും ഉണ്ട്. ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ ഏതാ കുഞ്ഞുങ്ങളെ? എങ്ങനെയായിരിക്കും ഇത് നമ്മുടെ ശരീരത്തിൽ കയറുന്നത്? അതായത് പഴങ്ങളും പച്ചക്കറികളും കഴുകി നമ്മൾ ഉപയോഗിക്കണം. പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കണം. പിന്നെ ഭക്ഷണ സാധനങ്ങൾ എപ്പോഴും അടച്ച് സൂക്ഷിക്കുക അല്ലേ? പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം നമ്മളെപ്പോഴും കുടിക്കണം. ഇതാണ് നമ്മുടെ ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും ഉള്ള കാര്യങ്ങൾ നമുക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട. ഈ 3 എപ്പോഴും ഓർക്കണം. പഴങ്ങളും പച്ചക്കറികളും കഴുകി തന്നെ ഉപയോഗിക്കുക. പിന്നെ ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. ഓക്കെ ആണോ നിങ്ങളെ? ഇനി വായുവിലൂടെയോ സമ്പർക്കത്തിലൂടെയോ പകരുന്ന രോഗങ്ങൾ എന്തെല്ലാമോ? വായുവിലൂടെ നമ്മളിപ്പോൾ വെളിയിലിറങ്ങുക, അല്ലെങ്കിൽ ബസ്സിൽ പോകുക, അല്ലെങ്കിൽ സ്കൂളിൽ ചെന്നിരിക്കുക, എന്ത് വേണമെന്നാ പറഞ്ഞത്? മാസ്ക് ഉപയോഗിക്കുക. പിന്നെ ആർക്കാണോ രോഗമുള്ളത് അവരുമായിട്ടുള്ള ഇടപെടൽ, അതായത് സമ്പർക്കം ഒഴിവാക്കുക എന്നാണ് കേട്ടോ. പിന്നെ മണ്ണിലൂടെയും മലിനജലം, ഞാൻ ചെറിയ 1-2 വരി വെച്ച് എഴുതുന്നുള്ളൂ നിങ്ങളെ, കാരണം നിങ്ങൾക്ക് ഒക്കാവുന്നതിൻ്റെ മാത്രം തന്നാൽ മതി. എനിക്ക് വേണമെങ്കിൽ ഇത് നിറച്ച് എഴുതി നിങ്ങളെ കാണിക്കാം. പക്ഷെ നിങ്ങൾ പഠിക്കാൻ പറ്റുന്നതിൻ്റെ മാത്രം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇനി നല്ലപോലെ പഠിക്കുന്ന കുട്ടികൾ ടെസ്റ്റിനകത്തിൽ കുറച്ചുകൂടെ ഒക്കെ പഠിക്കണം കേട്ടോ. ഇത് ഞാൻ ഈ ഒന്നും അറിയാൻ വയ്യാത്തവർക്കും വേണ്ടി സത്യം പറഞ്ഞാൽ ഇടുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്ന് കരുതി കേട്ടോ. അപ്പോൾ എന്താണ്? മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങളോ കുഞ്ഞുങ്ങളെ? മണ്ണിൽ വെളിയിലിറങ്ങത്തില്ലേ, ഈ മണ്ണിൽ മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങളോ? നമ്മൾ അന്നേരം എന്ത് ചെയ്യുക? ഒന്നുകിൽ ചെരുപ്പ് ഉപയോഗിക്കുക. പിന്നെ മണ്ണും ചെളിയോ വല്ലതും നമ്മുടെ കാലിൽ പുരണ്ടാൽ നമ്മൾ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കുക. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? രോഗങ്ങളും എന്തെല്ലാം രോഗങ്ങൾ നമുക്ക് 3 കാര്യങ്ങൾ ഓർത്തോണം. ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ഇതിനകത്ത് ചോദിക്കുന്നത്. ഈ ഒരെണ്ണം മാത്രം ചോദിച്ചിട്ട് അത് വരാതെ നമുക്ക് എങ്ങനെ ശ്രദ്ധിക്കാം എന്നായിരിക്കും കേട്ടോ. അത് നമുക്ക് പുതിയ ക്വസ്റ്റ്യനിലല്ലേ, പുതിയ ക്വസ്റ്റ്യൻ ഏത് രീതി വരുമെന്ന് നമുക്കറിയില്ല കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് രോഗം പകരാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അത് ആഹാരത്തിലൂടെയാണെങ്കിൽ ജലത്തിലൂടെയാണെങ്കിലും നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? വായുവിലൂടെയോ സമ്പർക്കത്തിലൂടെയാണെങ്കിൽ എന്ത് ചെയ്യണം? മണ്ണിലൂടെയോ മലിനജലത്തിലൂടെയാണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇനി ഈ മലയാളം പറഞ്ഞെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് എന്താ കുഞ്ഞുങ്ങളെ? ഡിസീസ് മീൻസ് രോഗങ്ങളാണെന്ന് നമുക്കറിയാം. ഇനി അതിനെ നമുക്ക് വായിക്കാം, കാരണം ഇപ്പോൾ പറഞ്ഞല്ലോ അത്രയും. ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ ആണല്ലോ. യൂസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആഫ്റ്റർ വാഷിങ്. കീപ്പ് ഫുഡ് ഐറ്റംസ് കവേഡ് ഡ്രിങ്ക് ബോയിൽഡ് വാട്ടർ. ഒന്നുകൂടെ പറയണോ കുഞ്ഞുങ്ങളെ? എന്താ? ഫ്രൂട്ട്സും വെജിറ്റബിളും എന്താണ്? കഴുകി തന്നെ ഉപയോഗിക്കുക. പിന്നെ എപ്പോഴും ഫുഡ് ഐറ്റംസ് കവേഡ് ചെയ്യുക എന്ന് വെച്ചാൽ ഭക്ഷണ സാധനങ്ങൾ അടച്ച് തന്നെ സൂക്ഷിക്കണം. എന്താ? ചൂടുവെള്ളമേ എപ്പോഴും നമ്മൾ കുടിക്കാവുന്നത്. 2 ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ എയർ ആൻഡ് വായുവിലൂടെയോ കോണ്ടാക്റ്റിലൂടെയോ എങ്കിലോ നമ്മൾ മാസ്ക് ഉപയോഗിക്കുക. യൂസ് മാസ്ക്. അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് ദ സിക്ക് പേഴ്സൺ എന്ന് വെച്ചാൽ എന്താ? രോഗിയുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഒഴിവാക്കുക. ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ സോയിൽ ആൻഡ് സീവേജോ, അഴുക്ക് വെള്ളത്തിലൂടെയോ അല്ലെങ്കിൽ മണ്ണിലൂടെയോ പകരുന്ന രോഗമാണെങ്കിൽ യൂസ് ഫുഡ് വിയർ, നമ്മൾ ചെരുപ്പ് ധരിക്കുക. വാഷ്
ഹാൻഡ്സ് ആൻഡ് ലെഗ് വിത്ത് സോപ്പ് ഇറ്റ് ഗെറ്റ് ഡയർട്ടി. ഇന്ന് അഴുക്കിനകത്തിലെങ്ങാനും പോവുകയാണെങ്കിൽ എന്താ നമ്മൾ സോപ്പിട്ട് നമ്മുടെ കാല് വൃത്തിയായിട്ട് കഴുകുക എന്നതാണ് കേട്ടോ. നോക്കൂ കുഞ്ഞുങ്ങളെ, അടുത്ത കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഇൻ ബേർഡ്സ്. ഇനി പക്ഷികളിൽ നിന്നും പകരുന്ന രോഗങ്ങൾ, അതെല്ലാം ടെസ്റ്റിലുണ്ട്, അതുകൊണ്ട് ഞാൻ അത്രയും പ്രാധാന്യം കൊടുത്തില്ല, കാരണം ടെസ്റ്റിൽ തന്നെ കിടപ്പുണ്ട്. എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാൻ, ടെസ്റ്റ് കിട്ടാത്തവർക്കോ ഇല്ലാത്തവർക്കോ നോക്കൂ കുഞ്ഞുങ്ങളെ. കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഇൻ ബേർഡ്സ്, പക്ഷികളിൽ നിന്നും പകരുന്ന രോഗങ്ങളാണ് പക്ഷിപ്പനിയും സാൽമണല്ല എന്ന് പറയുന്ന രോഗവും കേട്ടോ. ഏവിയൻ ഫ്ലൂ സാൽമോണല്ല എന്നാണ് കേട്ടോ. കണ്ടല്ലോ. അടുത്ത ആനിമൽസിൽ നിന്നും, മൃഗങ്ങളിൽ നിന്നുള്ള രോഗങ്ങളോ, ആനിമൽസ് ഡിസീസ്, ആന്ത്രാക്സ് എന്ന് പറയുന്ന രോഗങ്ങളുണ്ട്, കന്നുകാലികളിലുള്ള ഒരു രോഗം, അത് ആന്ത്രാക്സ് കേട്ടോ. അതുപോലെ തന്നെ ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസ്, കുളമ്പ് രോഗമുണ്ട്, പശുക്കളിലൊക്കെ ഉള്ള രോഗമാണ് നിങ്ങളെ കുളമ്പ് രോഗം എന്ന് പറയുന്നത് കേട്ടോ, ആനിമൽ ഡിസീസ്. ഇനി പ്ലാന്റ്സിലാണ്, പ്ലാന്റ്സിൻ്റെ പാഠം എടുത്തു കഴിഞ്ഞാൽ എന്താ, അതിനകത്തിലാണ് രോഗങ്ങൾ, എന്താ വൈറസും ഫംഗസും ഒക്കെ എന്താണ് ഓരോ ഡിസീസുകളാണ്. ഈ വൈറസിനെ തൊട്ട് ഒരുപാട് പറയുന്നുണ്ട്, ഫംഗസിനെയും തൊട്ട് ഒരുപാട് നമ്മുടെ ടെസ്റ്റിൽ പറയുന്നുണ്ട്. അത് ഞാൻ വാരി വലിച്ച് എഴുതാൻ, വെറുതെ നിങ്ങളുടെ BP കൂട്ടണ്ട കേട്ടോ. ഏറ്റവും കുറച്ച് നോട്ടെന്ന് പറഞ്ഞിട്ട് വാരി വലിച്ച് തരാഞ്ഞതാവും ഞങ്ങൾ കേട്ടോ. ടെസ്റ്റിൽ കിടപ്പുണ്ടേ നോക്കണേ കേട്ടോ. ഓക്കെ, അപ്പോൾ 17ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്തത് എന്താണ് ഇമ്മ്യൂണിറ്റി. ചില കുട്ടികളൊക്കെ പറയൂ വീട്ടുകാർ അവന് ഇമ്മ്യൂണിറ്റി പവർ കുറവാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങളെ? എന്ന് വെച്ചാൽ പ്രതിരോധ ശേഷി. എന്തെങ്കിലും ഒന്ന് വഴക്ക് പറഞ്ഞാൽ ചിലത് കോട്ടിയടിച്ച് വീഴുന്ന കാണാം, ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും ഒരു വഴക്ക് പറഞ്ഞാൽ ഉടനെ കാണാം ഗിർജി അടിച്ച് താഴെ വീഴുന്നത്. അപ്പോൾ എന്താവും നിങ്ങൾ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ എബിലിറ്റി ഓഫ് അവർ ബോഡി ടു കൺട്രോൾ ആൻഡ് ഫൈറ്റ് എഗെയിൻസ്റ്റ് പാത്തോജൻസ് ഈസ് കാൾഡ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. എന്ന് വെച്ചാൽ പ്രതിരോധശേഷി, സ്വാഭാവിക പ്രതിരോധശേഷി എന്നാൽ എന്താണ്? പ്രതിരോധശേഷിയാണ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, രോഗാണുക്കളെ നിയന്ത്രിക്കാനും പ്രതിരോധിക്കാനുമുള്ള നമ്മുടെ ശരീരത്തിൻ്റെ കഴിവിനെയാണ് സ്വാഭാവിക പ്രതിരോധശേഷി. നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ നമ്മുടെ ശരീരത്തുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ ശരീരത്തിനൊരു കഴിവ് വേണം കേട്ടോ. പിടിച്ചു നിൽക്കാൻ, എന്ത് വന്നാലും പിടിച്ചിരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നൊക്കെ ചിലർ പറയത്തില്ലേ, അത് രോഗാണുക്കളെ നിയന്ത്രിക്കാനും പ്രതിരോധിക്കാനുമുള്ള നമ്മുടെ ശരീരത്തിൻ്റെ കഴിവിനെയാണ് കുഞ്ഞുങ്ങളെ എന്താ സ്വാഭാവിക പ്രതിരോധശേഷി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? പകർച്ചവ്യാധികൾക്കെതിരെയുള്ള രണ്ട് നമ്മുടെ കുഞ്ഞിലെ നമ്മൾ ജനിക്കുമ്പോഴേ നമുക്ക് എന്താ ഇനിയും കുറേ വാക്സിനുകളെ കുറിച്ചാണ് കേട്ടോ. വാക്സിൻ്റെ ഒക്കെ പേര് കേട്ടാൽ നിങ്ങൾക്ക് എന്താ പോളിയോ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ബാക്കിയുള്ളതൊന്നും നിങ്ങൾ കേട്ട് കാണാൻ വഴിയില്ല. നിങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിക്കുക, അതായത് ഇപ്പോൾ എത്ര 9 വയസ്സ് കഴിഞ്ഞ് 10 വയസ്സ് കാണും, നിങ്ങൾ ഈ മരുന്നിൻ്റെ ഒന്നും പേര് അറിയത്തില്ലായിരിക്കും. ആകെ പോളിയോ, കാരണം ഇടയ്ക്കിടയ്ക്ക് എന്താ ഇപ്പം ഇല്ലേ പോളിയോ എന്ന് വെച്ചാൽ അംഗനവാടിയിലും സ്കൂളുകളിലും ഒക്കെ എല്ലാ വർഷവും ഉള്ളത് കൊണ്ട് അത് ചിലപ്പോൾ അറിയായിരിക്കും അല്ലേ. അപ്പോൾ നോക്കൂ നിങ്ങളെ, പകർച്ചവ്യാധിക്കെതിരെ ഉള്ളതാണ് നമ്മുടെ പോളിയോ, ഹെപ്പറ്റൈറ്റിസ് കേട്ടോ, മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. ഇനി വാക്സിൻ്റെ തന്നെ ചാർട്ടുണ്ട്. ഇപ്പോൾ BCGയുടെ ഫുൾ ഫോം എന്താവും നിങ്ങളെ? ബാസിലസ് കാൽമെറ്റ് ഗെറിൻ എന്നാണ് കേട്ടോ. മലയാളം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ബാസിലസ് കാൽമെറ്റ് ഗെറിൻ എന്നാണ്. OPV എന്ന് വെച്ചാലോ ഓറലാണ് കേട്ടോ. O എന്ന് കേട്ടാലോ, ഓറൽ എന്ന് വെച്ചാൽ എന്താ, നമുക്ക് തുള്ളിമരുന്ന് തരില്ലേ, വായിലൊഴിച്ച് തരില്ലേ, അതാണ് കേട്ടെ. ഓറൽ പോളിയോ വാക്സിനാണ് OPV. O എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ? ഓറൽ എന്ന് വെച്ചാൽ വായിലൊഴിച്ച് നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ വായിൽ ചെല്ലുമ്പോൾ അവർ വായിലോട്ട് തുള്ളിമരുന്ന് ഒഴിച്ചിട്ട്, അതാണ് OPV. വാക്സിൻ്റെ പേരുകളും അവരുടെ പ്രായവും അത് നിങ്ങളുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട്, വെറുതെ ഞാനൊന്ന് എഴുതിയെന്നേ ഉള്ളൂ. പോളിയോ വാക്സിന് എന്താ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് തരുന്നുണ്ട്, അത് പോളിയോ വരാതിരിക്കാനാണ് കേട്ടോ. BCG തരുന്നതും ജനിക്കുന്ന സമയത്താണ്. BCG എന്തിനാണ് നമുക്ക് തരുന്നത്? അത് പരീക്ഷയ്ക്ക് ചോദിക്കും. എന്തിനാവും നിങ്ങളെ? എന്തിനു വേണ്ടിയാണ് BCG? ക്ഷയം വരാതിരിക്കാനാണ് കേട്ടോ, ക്ഷയം. പിന്നെ ടെറ്റനസ്, ഡിഫ്തീരിയ എന്നിവ 10 വയസ്സിനും 16 വയസ്സിനും ഒക്കെ ഉണ്ട്. ഏതാ ടെറ്റനസ്, ഡിഫ്തീരിയ? അത് എന്തിനാ? ഈ ടെറ്റനസ്, ഡിഫ്തീരിയ എന്ന് പറയുന്ന രോഗങ്ങളെ ചെറുക്കാൻ വേണ്ടിയാണ്. ഹെപ്പറ്റൈറ്റിസ് B എന്ന് വെച്ചാൽ മഞ്ഞപ്പിത്തം ഉണ്ടാവാതിരിക്കുമ്പം ജനിക്കുമ്പോൾ തന്നെ നമുക്ക് തരുന്ന ഒരു മരുന്നാണ് ഹെപ്പറ്റൈറ്റിസ് B എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ. ഓക്കെ ആണോ? മഞ്ഞപ്പിത്തം വരാതിരിക്കാൻ വേണ്ടിയാണേ. ഓക്കെ ആണല്ലോ? 19 ഇനി നിങ്ങളുടെ ടെസ്റ്റ് കിടപ്പുണ്ടോ കുഞ്ഞുങ്ങളെ? 9ാം മാസം നമുക്ക് തരുന്ന മരുന്ന് ഏതൊക്കെയാണ്? 14 മുതൽ 24ാം മാസം വരെ നമുക്ക് തരുന്നത് ഏതൊക്കെയാണ്? 5ാം വയസ്സ്, 5നും 6നും വയസ്സ് ഇടയ്ക്കുള്ളത് ഏതൊക്കെയാണ്? 10ാം വയസ്സിൽ നമുക്ക് എടുക്കേണ്ടത്, നിങ്ങൾ 10 വയസ്സായി, നിങ്ങൾക്ക് ഇനി എന്താണ് TD1, അതായത് ടെറ്റനസിനും ഡിഫ്തീരിയയ്ക്കും എതിരെയുള്ള നിങ്ങൾക്കൊരു ഇഞ്ചക്ഷൻ ഉണ്ട് കേട്ടോ, അത് പോയി എടുക്കണേ. 16 വയസ്സിലുണ്ട് TD2 എന്നുവെച്ചാൽ ഈ ടെറ്റനസും ഡിഫ്തീരിയ TDയുടെ കേട്ടോ, അത് 1ഉം 2ഉം ഉണ്ട്. 10 വയസ്സിലുമുണ്ട് 16 വയസ്സിലുമുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു നിങ്ങളുടെ ടെസ്റ്റ് കിടപ്പുണ്ടോ ഇല്ല, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യാൻ കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. എന്താണ് ഇതിനെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ വായിച്ച് നോക്കിയാൽ മതി. MR1, PCV ബൂസ്റ്റർ, വിറ്റാമിൻ A, FIPV3. 9ാം മാസം നമുക്ക്
9-ാം മാസം നമുക്ക് തരുന്ന മരുന്നുകളായി ഇത്രയും. ഇതൊക്കെ നിങ്ങൾ കുടിച്ചിട്ടിരിക്കുക. 14-24 മാസത്തിൽ MR2, OPV ബൂസ്റ്റർ, DPT ബൂസ്റ്റർ, വിറ്റാമിൻ A2. പിന്നെ 5 മുതൽ 6 വയസ്സ് വരെയാണ് DPT എന്ന് വെച്ചാൽ എന്താണ്? ഡിഫ്തീരിയ, പിന്നെന്താ പോളിയോ, ടെറ്റനസ് കേട്ടോ. അത് ബൂസ്റ്റർ 2. ഇതിനൊക്കെ ഓരോ പേരും ഒക്കെ ഉണ്ട് കേട്ടോ, കേട്ടിട്ടുണ്ടോ? 10-ാം വയസ്സിലുമുണ്ട്, 16-ാം വയസ്സിലുമുണ്ട്. അപ്പം നിങ്ങൾ ആ ലാസ്റ്റിൽ വരുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങളെ കുറേ എന്താണ് ഇതുപോലെയുള്ള വാക്സിനുകളെ കുറിച്ച് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. അത് നിങ്ങളുടെ ടെസ്റ്റിൽ നല്ല വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. മലയാളം മീഡിയക്കാർക്കും ഇംഗ്ലീഷ് മീഡിയക്കാർക്കും നല്ല വൃത്തിയായിട്ട് അതിൻ്റേതായ പടം ഉൾപ്പെടെ കൊടുത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ വെറുതെ എന്തിനാ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്, ഈ ചാപ്റ്റർ ഞാൻ ഫുൾ എടുത്തിട്ടുണ്ടോ നിങ്ങളെ? നിങ്ങൾക്കിത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് നല്ലപോലെ മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് തന്നെ പറഞ്ഞോ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നും പറഞ്ഞോ. എന്ത് കമൻ്റ് ആയാലും ഞാൻ സ്വീകരിച്ചോളാം. ഓക്കെ, മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് തന്നെ പറഞ്ഞോ. അതുപോലെ തന്നെ ചില ആൾക്കാരെന്താവും നിങ്ങളെ ഇത് കണ്ട് അങ്ങ് പോവുക, സബ്സ്ക്രൈബോ ലൈക്കോ കമൻറ്റോ ഒന്നും തരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ സപ്പോർട്ട്. നിങ്ങൾക്ക് അടുത്ത ചാപ്റ്റർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.